നമ്മുടെയൊക്കെ മാരിറ്റൽ ലൈഫിൽ ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്കിടയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കാതെ ഡിവോഴ്സിലേക്ക് എത്തിയാലോ എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നതായി കാണാം. പലരെയും സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ വഴക്കിലേക്ക് എത്തുന്നത് കൊണ്ട് പരസ്പരം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് റിസോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി രണ്ടാമതൊരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഡിവോഴ്സ് എന്നൊക്കെ തോന്നുമെങ്കിലും പാർട്ണറിനോടുള്ള സ്നേഹം അപ്പുറത്തെ സൈഡിൽ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കൂട്ടം ആളുകളായിക്കോട്ടെ, അവര് ഉറപ്പിച്ചു കഴിഞ്ഞു അവർക്ക് ഡിവോഴ്സ് അല്ലാതെ മറ്റൊരു ഓപ്ഷനും ഇല്ല എന്ന്. എന്നാൽ ഫാമിലിനെയും കുട്ടികളെയും ഒക്കെ ഓർത്ത് ആ ഡിസിഷൻ എടുക്കാൻ അവർ വൈകുകയാണ്. ഇനി നാലാമത്തെ ഒരു കൂട്ടം ആളുകളാകട്ടെ, അവരിൽ പാർട്ട്നേഴ്സിൽ ഒരാൾ വിവാഹമോചനം വേണമെന്ന ഉറച്ച സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ മറ്റേ ആൾക്ക് ഇപ്പോഴും ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഹോപ്പ് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാതെ അവർ മുന്നോട്ട് പോകുന്നു. ഇനി അഞ്ചാമത്തെ ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് ഡിവോഴ്സ് ഒന്നും വേണ്ട, എന്നാൽ പങ്കാളിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഇനിയും വരുമെന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് ഡിവോഴ്സ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോകുന്നവർ. ഈ 5 സിനാരിയോകളും ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് മാനസിക സംഘർഷത്തിലേക്ക് രണ്ട് പങ്കാളികളെയും കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും യഥാസമയം ഒരു കപ്പിൾ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുന്നത് എയ്തർ നിങ്ങളുടെ മാരിറ്റൽ ലൈഫ് ബെറ്റർ ആക്കുന്നതിനും അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്ത ഒരു ഡിസിഷൻ രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ചേർന്ന് എടുത്ത് നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുവാനും അത് നിങ്ങളെ ഒരുപാട് സഹായകരമാക്കും.